നമ്മുടെ നാട്ടിൽ നമ്മുടെ വടക്കൻ പാട്ടുകളിലൊക്കെ തന്നെ കേട്ടിട്ടുള്ള ചില കഥകളുണ്ട്. ഈ ആർക്കെങ്കിലും വേണ്ടി ഈ അംഗം വെട്ടാൻ ഇറങ്ങി കൊല്ലപ്പെടുന്ന ചേകവന്മാരെക്കുറിച്ച്. അവരാരെങ്കിലും രണ്ട് പ്രമുഖന്മാർ തമ്മിലൊക്കെ തർക്കം ഉണ്ടാകുമ്പോൾ അംഗം വെട്ടി തീർക്കാനാണ് പറയുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ചെന്ന് അംഗം വെട്ടി ഒരാൾ മരിക്കും, ഒരാൾ ജയിക്കും. അപ്പം എങ്ങനെ എന്തിനു പോകുന്നു എന്ന് ഇവർക്ക് പോലും അറിഞ്ഞൂടാത്ത അവസ്ഥയാണുള്ളത്. അതിൻ്റെ വേറൊരു പതിപ്പാണ് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ മകള് വീണ തായക്കണ്ടിയുടെ വീട്ടിൽ ഈടി റെയ്ഡിനെത്തിയപ്പം അവരെ കൊല്ലാനിറങ്ങിയ ഒരു സംഘം തിരുവനന്തപുരത്തെ CPM പ്രവർത്തകർക്ക് സംഭവിച്ചത്. ഇപ്പോൾ 60 ദിവസമായിട്ട് അവർ ജയിലിൽ കിടന്ന് അഴിയെണ്ണി മടുത്തതിന് ശേഷം ഇപ്പോൾ 7ഓളം പ്രതികൾ, മൊത്തം 24 പ്രതികൾ ഈ കേസിലുണ്ട്. അതിൽ 7ഓളം പ്രതികൾ ഇപ്പം ഒരുമിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജാമ്യം നേടി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഈ 60 ദിവസത്തിനുള്ളിൽ ഇവരെ എത്ര പേര് ഓർത്തിട്ടുണ്ട്, എത്ര പേര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? പിണറായി വിജയൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നീട് ബാക്കിയുള്ളവർ. ഈ കൂട്ടത്തിൽ ഒരാളിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അയാൾക്ക് അന്ത്യകർമ്മങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ സംശയമാണ്. കോടതി അനുമതിയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ഇതിൽ ആവേശമൂത്ത്, അത് നമ്മൾ ആ വിഷ്വല് കണ്ടതാണ്. അന്ന് ആവേശമൂത്ത് വണ്ടി തല്ലിപ്പൊട്ടിക്കുന്നു, വളരെ, അതായത് എല്ലാം പാർട്ടിക്ക് വേണ്ടി വലിയ സംഭവമാണെന്ന് ഇറങ്ങി തിരിച്ചു. അവസാനം ഇപ്പൊ 60 ദിവസമായിട്ടും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പിണറായി വിജയൻ്റെ മക്കൾ പട്ടുമത്തയിൽ ഉറങ്ങുന്നു. അവർ നല്ല എയർ കണ്ടീഷൻ റൂമിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഏറ്റവും നല്ല നെയ്മീനും കൂട്ടി ഊണ് കഴിക്കുന്നു, ഭക്ഷണം കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നു. യുവമാരെല്ലാം അവിടെ പൂജപ്പുര കിടന്ന് അഴി എണ്ണിക്ക് 1, 2, 3, 4 എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാശ് എണ്ണി വാങ്ങിയത് പിണറായി വിജയൻ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായിയും മകളും. അവസാനം കുടുങ്ങിയത്, അവസാനം എന്ന് പറയാറ അവസാനമായിട്ടില്ല. ഏതായാലും ഇവർക്ക് പിന്നെ ജയിലിൽ കിടന്ന് മതിയായി. 60 ദിവസം 2 ആഴ്ച പറഞ്ഞാൽ പോയി. 2 ആഴ്ച കഴിയുമ്പോൾ പണ്ടത്തെ പോലെ പുഷ്പം പോലെ ഇറങ്ങി വരും. നമുക്ക് ഒന്നൊരു പ്രശ്നമില്ല. നമ്മൾ ജയിലിൽ നമ്മൾ എന്താണ് ജയിലറയൊക്കെ ഞങ്ങൾക്ക് പുത്തരിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയവരാണ്. എല്ലാം പോയി. ഭയങ്കര സങ്കടത്തിലാണെന്ന് പറയുന്നത് പലരും, വലിയ വിഷമാവസ്ഥയിലാണെന്ന്. അത് പലരും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തിരിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാൾ ഭയങ്കര ആവേശപൂർവ്വം ഇവരുടെ പേരുകൾ പറഞ്ഞ് ചർച്ച ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തു. അതിനുശേഷം ഇവരുടെ സൈബർ പേജുകൾ അല്ലെങ്കിൽ പത്രങ്ങളില് ചാനൽ ഇതിലൊന്നും തന്നെ ഈ ഒരു വിഷയം ആരുടെ ആ കഥയും പറഞ്ഞ് എങ്ങും കേട്ടില്ല. ഈ യവന്മാരുടെ നേതാക്കന്മാരെ വാക്കും കേട്ടുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നവരെല്ലാം ജീവിതം അത് ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ നേതാക്കന്മാരെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഓരോ കേസിൽ ചെന്നപ്പെട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. ഇതിലിപ്പോൾ ഇവർ ജാമ്യത്തിനായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു വലിയ അഭിഭാഷക നിരയെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന വൻ അഭിഭാഷകന്മാർ ഇറക്കാൻ പോകുകയാണെന്നാണ്. CPM പൈസ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. ഏറ്റവും പ്രതിഫലം വാങ്ങിക്കുന്ന ക്രിമിനൽ വക്കീലന്മാരെ തന്നെ കളത്തി 4ഓളം പേര്. പക്ഷേ അതിനു മുമ്പ് ചില ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുണ്ട് മാർക്കെതിരെ. അങ്ങനെ വന്നാൽ പിന്നെ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ വിചാരണ കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഒരു അഡീഷണൽ സോളിസിറ്റർ ജനറൽ വരുമെന്ന് പറയുന്നുണ്ട് ഇടിക്ക് വേണ്ടി കേസ് വാദിക്കാൻ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കാരണം ഇത് നമ്മൾ കാണുകയല്ലേ, കൊല്ലാൻ നോക്കണം. ഒരു സംഘ ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിയിലുള്ളവർ ഭീകരം ആക്രമിക്കുന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടിരുന്നെങ്കിലും ഒരുത്തരം പറയുമായിരുന്നു. ഈ നമ്മൾ CPM ഇത് പറയുമ്പോൾ തന്നെ SFI ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അക്രമത്തിലൂടെ എന്തും നേടിയെടുക്കാന്നുള്ളൊരു പൊതുധാരണ ഇവർക്കുണ്ട്. നമ്മൾ ഈ SFIയുടെ കാര്യം പറയുമ്പോൾ SFI കോളേജുകളിൽ ഇത്രയധികം വിജയം നേടുന്നത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലല്ലോ. എല്ലാവരും ഈ എതിരാളികളെ അടിച്ചും തല്ലിയും ഒക്കെ തന്നെയല്ലേ ഇവർ അവിടെ വിദ്യാലയങ്ങളിൽ. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ. അങ്ങനെ എല്ലാ ഈ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാം എന്നുള്ള ഒരു പൊതുധാരണ CPMൻ്റെത്, അല്ലെങ്കിൽ CPM ഇത്തരം അന്തം അണികൾക്ക് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവണം. കുറച്ചെങ്കിലും ഇത് കണ്ടെങ്കിലും ബോധം കുറച്ചുപേർക്ക് വരുമായിരിക്കും. നമ്മൾ രസകരമായ കാര്യം, ഈ കണ്ണൂരിലെ പിണറായി വിജയൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് വന്നപ്പം അവിടെ ഇതുപോലത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അവിടെ 2 മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ ചന്താരകം ഈ ജയരാജൻ ഒരു കസേര ഇട്ടെടുത്തത് നടുക്ക് കസേര ഇട്ടിരുന്ന് ചുറ്റും ഒരു മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങി വീടുകളിൽ പോയി. നമ്മൾ എപ്പോഴും കരുതിയിരുന്നത് ഈ കണ്ണൂർ ജില്ലയിലെ സാക്കന്മാരൊക്കെ അവർക്ക് വേണ്ടത്ര ബുദ്ധിയില്ലാതെ ഈ നേതാക്കന്മാർ പറഞ്ഞ എല്ലാം കേട്ട് അനുസരിച്ച് ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ അവരാണ് ഏറ്റവും മിടുക്കന്മാരെന്ന് ഇപ്പോൾ സ്വയം തെളിയിച്ചു. അതെ, ഇതിനകത്ത് ഈ പിടിച്ചോണ്ട് പോയതിലെങ്കിൽ ഒരൊറ്റ നേതാവും ഇല്ല. എന്നാൽ അന്നത്തെ ദിവസം ഈ പറയുന്നത് പോലെ പ്രതിഷേധത്തിന് മുന്നിട്ട് നിന്നിരുന്നത് നേതാക്കന്മാരായിരുന്നു. അന്ന് തിരുവനന്തപുരം ജില്ലയിലെയും സംസ്ഥാന തലത്തിലുള്ള പല നേതാക്കന്മാരോട് ഉണ്ടായിരുന്നല്ലോ. ഇടയ്ക്കിടെ കടകംപള്ളിയിൽ ആഹ്വാനങ്ങൾ നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ സമാധാനം പാലിക്കണമെന്ന് പറയുന്നു, വേറെ അമ്മനെ കൊല്ലടാന്ന് പറയുന്നു. വലിയ ബഹളമല്ലായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. ഈ ഞാൻ പണ്ടത്തെ ഈ ചില ഈസോപ്പ് കഥകൾ അത് നമുക്ക് പ്രശസ്തമാണ്. അതില് അതെ, ഈസോപ്പ് കഥയിൽ ഞാൻ വായിച്ച ഒരു അധ്യായം ഇങ്ങനെയായിരുന്നു. അതില് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വെട്ടിയും കുത്തിയും കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് കാഹള ഊതിയവരെ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല,
ഞങ്ങൾ ഈ കാഹളം ഊതുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതായിരുന്നു ഞങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് പറഞ്ഞിരുന്നത് നിങ്ങളാണ് ഇത് ഊതി ഇവർക്ക് പ്രചോദനം കൊടുത്തത്, അതാണ് ഇത്രയും പേരുടെ ജീവൻ എടുത്തതെന്ന് പറഞ്ഞ് ഒരു കഥയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സന്ദർഭത്തിന് നമുക്ക് കറക്റ്റ് അത് വളരെ കറക്റ്റാണ്. കാളകുത്തുകാരാണ് ഇവന്മാരെല്ലാവരും. ഇപ്പൊ അതിനെ കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും ഈ ഒരു സന്ദർഭമായിട്ട് എന്തുകൊണ്ട് യോജിക്കുന്നതാണ്. ആവേശം കയറ്റി, ഈ അണികളെ ആവേശം കയറ്റി കുത്തിത്തിരിച്ച് വിട്ടു, അവസാനം അവരുടെ ജീവിതം അഴിക്കുള്ളിലായി. ഇനി ഇത് അതാണ് ഇപ്പം മുൻ മന്ത്രി അപ്പൂപ്പനൊന്നും ഇപ്പോൾ പടമൊന്നും ഇടുന്നില്ല. ഈ പാവപ്പെട്ട വീടുകളിലുള്ള പടമൊന്നും ഇപ്പോൾ ഇടുന്നതില്ല. എല്ലാം പാവപ്പെട്ട വീട്ടിലെ പിള്ളേർക്ക് കൂടുതൽ പേരും, കുറച്ച് പേര് മാത്രമേ എല്ലാവരും കാണുള്ളൂ. ഈ നേതാക്കന്മാർ ആരുടെയും മക്കൾ ഈ കൂട്ടത്തില്ല. അതെ, ഈ അവിടെ വന്ന കടകംപള്ളി, തിരുവല്ല സെക്രട്ടറി ജോയി, എല്ലാവരും ഉണ്ടല്ലോ, ശിവൻകുട്ടി, എല്ലാവരും ഉണ്ട്. ഇവരായിരിക്കും മക്കളുണ്ടോ? ഇവരൊക്കെ മക്കൾ വളരെ ആഡംബരമായിട്ട് ജീവിക്കുന്നു, അത്യാഡംബരത്തിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. അവരാരും ഇതൊന്നും തിരിഞ്ഞോലും നോക്കുന്നില്ല. വല്ലവൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടൊന്നും ഇട്ട് കൊടുക്കും. ഇവരാരും പ്രതി ചേർക്കുകയല്ലേ നേതാക്കന്മാർ. അവരാശ്വസിപ്പിക്കും വാക്കുകളിലൂടെ. ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളതിൻ്റെ കൂടെ ഉണ്ടടാ, നീ മാസാണ്ടാ, നീ ഭയങ്കര സംഭവമാണ്. ആര് തിരിഞ്ഞു നോക്കും? മാത്രമല്ല വീണ വിജയൻ CPM അംഗമാണോ? അല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം അവിടെയാണ്. അതെ, പാർട്ടി, അതായത് പാർട്ടി നേതാവിന്റെ പേര് പറഞ്ഞാണല്ലോ പിണറായിക്ക് പ്രതിരോധം തീർക്കുന്നത്. അതെ. ഇപ്പോൾ നിലവിൽ പിണറായി നമ്മുടെ നിയമവശങ്ങൾ വെച്ച് നോക്കുമ്പോൾ പിണറായി ഇതുവരെ നമ്മുടെ ആ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാതെ ഇപ്പൊ പ്രതിസ്ഥാനം നിൽക്കുന്നത് വീണ തന്നെയാണ്. അപ്പം CPM അംഗം പോലും അല്ലാത്ത ഒരാൾക്ക് വേണ്ടി വാക്കും കേട്ട് ചാടി ഇറങ്ങിയതാണ് ഇവരുടെ. എന്തിന് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ മാർച്ച് നടത്തി നമ്മൾ കണ്ടതല്ലേ? ഡൽഹിയിൽ ചാടി പോയത് കണ്ടില്ലേ നമ്മൾ? എന്നിട്ട് എന്ത് പറ്റി? 52 കിലോമീറ്റർ അപ്പുറത്തോണ്ട് വണ്ടി നിറക്കിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇത് ഡൽഹി പോലീസാണ്. തിരിച്ചിവിടുത്തെ പോലെ ഇഷ്ടിയെ എടുത്തോണ്ട് ഡൽഹിയാണെങ്കിൽ പിന്നെ ഒരുത്തന്നെ വീട്ടിൽ പോകില്ല, അത്രേ ഉള്ളൂ. അതാണ് ഡൽഹി പോലീസ്. അവിടെ അവർ സമാധാനമായിട്ടല്ലേ ഗാന്ധിയൻ ശൈലിയിലല്ലേ പ്രതിഷേധിച്ചത്? അവിടെ ഇവിടുത്തെ പോലെ ഇഷ്ടിയെ എടുത്തോണ്ട് ഇറങ്ങിയ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതിലാണ് നമ്മൾ രാവിലെ പറഞ്ഞത് ഡൽഹിയിലെ ഡൽഹിയിലെ അറസ്റ്റിന്റെ ഇടയിൽ അവർ ഈ പറയുന്ന പോലെ നിയമവശം പറഞ്ഞ് വലിയ യൂണിഫോം ചോദിച്ച ആൾക്കാരാണ് ഇവിടെ ഈ പറയുന്ന പോലെ നിയമം കയ്യിലെടുത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല. ഈ ഈട് ഉദ്യോഗസ്ഥന്മാരെന്നല്ല, സർക്കാരിൻ്റെ ഏത് ഉദ്യോഗസ്ഥനാണ് ഓൺ ഡ്യൂട്ടിയിലാണ് ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആക്രമിച്ച സ്വാഭാവികമാണ്. നമ്മളിവിടെ പരിശോധിക്കാൻ വന്ന പോലീസുകാരെ നമ്മൾ ആക്രമിച്ചു, നമ്മൾ പരിശോധിക്കാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ നിയമം ഉണ്ടെങ്കിൽ നിയമം അനുസരിക്കുക, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ ഇവർ കാറിലായിരുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മർദ്ദനം ഏൽക്കാതെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. 1-2 കൊല്ലപ്പെടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല. അത്രയധികം വിറളി പൂണ്ട് ഇറങ്ങി തിരിച്ചവരായിരുന്നു അകത്ത് കിടക്കുന്നത്. ചിലപ്പോൾ മരുന്നടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന കുറേ പേരൊക്കെ. മരുന്നടിച്ചിട്ട് സ്വയബോധമുള്ളവ ഇങ്ങനെ ചെയ്യില്ല, ബുദ്ധി ഉള്ളവനാ ഇങ്ങനെ ചെയ്യില്ല. പൊട്ടന്മാരെ അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പൊട്ടന്മാരായ ഈ അടിമകളായിപ്പോയി, അടിമകളായി ജീവിച്ചു. വാങ്ങി ചേടാന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. സ്വന്തം വീട്ടുകാർ നോക്കില്ല, മാസല്ലേ. സ്വന്തം വീട്ടിലെ അടുപ്പിൽ കഞ്ഞി വേണമെന്നുള്ള ആരെ നോക്കാറില്ലല്ലോ. റഹീമ ഈ കാറ് തല്ലി തകർത്തപ്പം കാറ് വാങ്ങി അതിനുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ED-ആണ് നഷ്ടപരിഹാരം കൊടുത്തത്. ED ഒരു 7 കോടി രൂപയ്ക്ക് വേറൊരു നഷ്ടപരിഹാര കേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പേരിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഇവര് അഴി എണ്ണുക എന്ന് നമ്മൾ വെറുതെ പറയുന്നല്ല, അഴി എണ്ണി എണ്ണേണ്ടി വരും. 1, 2, 3, 4 നല്ല എണ്ണാൻ പഠിക്കും തന്നെ അവർ. അവിടെ കിടന്ന അഴി എണ്ണട്ടെ, അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഈ നേതാക്കന്മാരെ വാക്കും കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവന്മാരെ എല്ലാം ഗതി ഇത് തന്നെയാണ്. കാരണം ലോകം മാറിയത്, കാലം മാറിയത് ഇവർ അറിഞ്ഞിട്ടില്ല. ഇവരിപ്പോഴും എന്നോ സങ്കല്പ ലോകത്ത് 1960-കളിലും 70-കളിലോ മറ്റോ ജീവിക്കുന്ന കാൽപ്പനിക ഒരു കാലഘട്ടത്തിലെ വിപ്ലവ നേതാക്കന്മാരാണ്. ഇവരെയൊക്കെ പറഞ്ഞില്ല, ഒരാളുടെ അച്ഛൻ മരിച്ചിട്ട് അയാൾക്ക് അവിടെ പോകാൻ പറ്റിയ സംശയമാണ്. ചിലപ്പോൾ അവസാനം കോടതികൾ അനുഭവിച്ച ഒരു ദിവസത്തേക്ക് കൊണ്ട് പോയിട്ട് വന്ന് കാണുമായിരിക്കും. അത് നമ്മുടെ ഒരു മക്കളുടെ കടമയെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർ വാർദ്ധക്യത്തിൽ അവർക്ക് വല്ല അസുഖം ശുശ്രൂഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കടമയാണ്, നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലും ചെയ്യാൻ കഴിയാതെ ഈ പിണറായി വിജയൻ്റെ മോളോ പിണറായി വിജയനോ അയാളെ ഭാര്യ അവിടെ ചെന്ന് ഇയാൾ അച്ഛനെ ശുശ്രൂഷിക്കും? ആരുമില്ല. പുച്ഛത്തോടെ അവർ പറയും. അവൻ്റെ അടുത്തൊക്കെ ആര് പറഞ്ഞ് ചെന്ന് പണി നോക്കാൻ പറയും. ഇവർക്കൊക്കെ ഈ അണികളെ പുച്ഛമാണ് അടിസ്ഥാനപരമായി, മനസ്സിലായില്ലേ? ഇവരൊക്കെ വേറെ അടിമകളാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണവന്മാരാണെന്നുള്ള പുച്ഛമുള്ള, അല്ല സ്നേഹമോ ബഹുമാനമോ ഒന്നുമില്ല, പരമ പുച്ഛമാണ്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ നേതാക്കന്മാർക്ക് ഈ അണികൾ എത്ര പുച്ഛമാണെന്നുള്ളത്. അവർ പക്ഷേ ഇനിയെങ്കിലും ഇതൊരു പാഠമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നാളെ ഇതുപോലെ ED വല്ലവരും വരുമ്പോൾ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോളുക. അല്ല, ഇനി എന്തായാലും അവരൊന്നും അടിക്കും. 1-2 പേരല്ല, 24 പ്രതികളാണ് അകത്ത് കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് കുറേ കാലം അവിടെ കിടക്കണം, ഒരു മിനിമം 2-3 വർഷം അവിടെ കിടന്ന് പറ്റും തീഹാർ ജയിലും കൊണ്ടുപോകണം. ഈ ED സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല ഇന്ത്യ മുഴുവനാണ്. വേണമെങ്കിൽ അവർക്ക് ഉത്തർപ്രദേശിൽ ഒരു കോടതി കേസ് കൊടുക്കുക അവന്മാരുടെ പേരിൽ. അത് വകുപ്പുണ്ടെങ്കിൽ അന്വേഷിക്കുക, അതാണ് ചെയ്യേണ്ടത്. അവിടെ ചെയ്താലേ ഇവർ മര്യാദ ഓടിക്കുകയുള്ളൂ. അല്ല, കേരളത്തിൽ അവർക്ക് ഇപ്പോഴും നല്ല ഭക്ഷണമൊക്കെ കിട്ടും, മട്ടൻ ബിരിയാണി ഉണ്ട്, പിന്നെ എന്തോ നല്ല മികച്ച ഭക്ഷണം കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം
അതൊന്നും ഇല്ലാത്ത ഇതൊന്നും കിട്ടാത്ത പല സ്ഥലത്ത് കൊണ്ടുവന്ന് കിടണം. അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ പണ്ട് കുറേ പോപ്പുലർ ഫണ്ടുകാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവർ ഇവിടെ കിടക്കുക തീഹാർ ജയിലിൽ കിടക്കുകയാണ്. അവിടെ അങ്ങനെ കൊണ്ട് ഇടണം, എന്നാലേ മര്യാദ പിടിക്കുകയുള്ളൂ. ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ അടിമ, ഈ നമ്മളൊരു അടിമയെ ജീവിച്ചു പോയാലേ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ അടിമയെ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇവരെല്ലാം അടിമകളായിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമെന്നുള്ളത് നോക്കാം. വലിയ നിയമ പോരാട്ടം തന്നെ നടക്കുമായിരിക്കും, കണ്ടറിയണം, കണ്ടറിയേണ്ടിയിരിക്കുന്നു.